ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മളന്നൊരു അൽഹുത്ത കേവിൽ പോയത് അവിടെ സുവോളജിക്കൽ എക്സിബിഷൻ കാണിക്കാനാണ് നിൽക്കുന്നത്. ഇത് കണ്ടോ, സൾട്ടും കൊണ്ടുണ്ടായ പില്ലോ ലാവയാണ്. ക്രെട്ടേഷ്യസ് ഒമാൻ എന്ന് വെച്ചാൽ ഡൈനോസോറിൻ്റെ സമയത്ത് ഒമാനി എന്നുള്ളൊരു കല്ലാണിത്. ഈ ഒരു കല്ല് 600 മില്യണിലും പഴക്കമുണ്ടെന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതിന് ഏറ്റവും ആദ്യത്തെ പീരിയഡിന് മുന്നേ ഇതൊരു നാത്തി ലൈം സ്റ്റോൺ ആണ്. ഒമാനിലെ നിസ്വ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചതാണ്. ഇതിനൊരു സ്പെഷ്യൽ ഡിസൈനാണ് കാണുമ്പോൾ. ഒരു അറബിക്കിൽ എഴുതി വെച്ചേക്കുന്ന പോലെ തന്നെ തോന്നും, പക്ഷേ ഇതൊന്നും എഴുതിയേക്കൊന്നുമില്ല. ഇതെല്ലാം ഒരുപാട് വർഷം പഴക്കമുള്ള പല കല്ലുകളാണ്. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു റോക്കാണ്. എൻ്റെ പേര് പറയാൻ എനിക്കറിയത്തില്ല, പക്ഷേ കേട്ടിട്ടുണ്ട്. ഓ, ഇത് കണ്ടോ, ഇത് കാണുമ്പം ഒരു ഡോഗിൻ്റെ കൂട്ടിരിക്കുന്നു. ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കൊള്ളാലോ. ഓ, ഇത് കണ്ടോ, ഇപ്പം നമ്മൾ പോയ ആ ഒരു കേവിൻ്റെ അകത്തിരുന്നത് പോലെ തന്നെയുണ്ട് ഇത് കാണാൻ. വെരി ഇൻട്രസ്റ്റിംഗ്. ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഓ, ഇത് കണ്ടോ, ഇതും ക്രെട്ടേഷ്യസ് പീരീഡ് എന്നുള്ള ഒരു റോക്കാണ്. കണ്ടാൽ തോന്നും ടീറക്സിൻ്റെ നഖമാണ്, പക്ഷെ ടീറക്സിൻ്റെ നഖം ഇല്ലായിരുന്നല്ലോ. കോമഡി. ഇത് കണ്ടോ, ഇത് പെർമിയൻ പീരീഡ് എന്നുള്ളൊരു സെഡിമെൻ്റാണ്. പെർമിയൻ എന്ന് വെച്ചാൽ ക്രെട്ടേഷ്യസ്, അതിന് മുന്നേ ജുറാസിക്, അതിന് മുന്നേ ട്രയാസിക്, അതിന് മുന്നേ ഉള്ള പെർമിയൻ എന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് 300 മില്യൺ ഇയേഴ്സ് അഗോ ഉണ്ടായ ഒരു സെഡിമെൻ്റാണിത്. ഇതൊക്കെ കോറൽസാണ്. ഓ, ഇത് ഫിംഗേഴ്സാ. ഇതും ക്രെട്ടേഷ്യസ് പീരീഡ് എന്നുള്ളവ ഫോസിൽസാണ്. ഇത് ലൈം സ്റ്റോണ്. ഇതും മറ്റേ നമ്മൾ നേരത്തെ കണ്ട നാത്തി ലൈം സ്റ്റോണാണ്. ഇതും അത് തന്നെ. ഇതെല്ലാം ഒരുപാട് വർഷം ഓ, ഇത് കണ്ടോ, ഈ കിടക്കുന്നത് സോഹാറിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നതാണ്. എനിക്ക് ഇതുപോലെ പ്രീഹിസ്റ്ററിൻ്റെ കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. നിങ്ങൾക്കോ? ഈ കാണുന്നത് പലതും പെർമിയൻ പീരീഡും ക്രെട്ടേഷ്യസിന്നും ഒക്കെയുള്ള ഓരോ സ്റ്റോൺസും ഫോസിൽസും ഒക്കെയാണ്. ഇതും ക്രെട്ടേഷ്യസ് പീരീഡിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പുതിയതായിട്ടുള്ളതാണ്. മീൻസ് 50 മില്യൺ 20 മില്യൺ അതുപോലെ അധികം. നേരത്തെ നമ്മൾ കണ്ടുപോകുന്ന ക്രെട്ടേഷ്യസിൽ നിന്നൊക്കെ ഉള്ള സെഡിമെൻസും റോക്കും എന്നൊക്കെ പറഞ്ഞാൽ 100 മില്യൺ ഇയേഴ്സൊക്കെ പഴക്കമുള്ളതാണ്. പക്ഷെ ഇതൊക്കെ അത്രയും പഴക്കമില്ല. ഇത് ജപ്പാനിൽ നിന്നുള്ളതാണ്. ഇത് ശരിക്കും ഫോസില്ല. ഇത് കണ്ടോ, ഇത് ശരിക്കും ഫോസിൽസാണ്. ക്രെട്ടേഷ്യസ് പീരീഡ് കഴിഞ്ഞുള്ള സമയത്തിൽ നിന്നുള്ളതാണ് ഇത് ശരിക്കും ആ പീരീഡിൻ്റെ പേരെനിക്ക് പറയാൻ പറ്റില്ല. ഓ, ഇത് കണ്ടോ, ഇത് കാണാൻ നല്ല ലുക്കാണ്. പഞ്ചസാരേൻ്റെ കൂട്ടി തന്നെ ഇരിക്കുന്നു. ഇതെല്ലാം ആ സെയിം പീരീഡിൽ നിന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതൊരു മീറ്റിയോറൈഡാണ്. ഒമാനിന്ന് കണ്ടുപിടിച്ചാണ്. ഇത് കണ്ടോ, ഇത് പെർമിയൻ പീരീഡിൽ നിന്നുള്ളൊരു വുഡാണ്. ഓ, ശരിക്കും ഇതാണോന്നുള്ള ആലോചിക്കുമ്പോൾ അത്ഭുതം. ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെല്ലാം ഈ ഒരു കേവിൽ കാണപ്പെടുന്ന ഇൻസെക്ട്സ് ഒക്കെയാണ്. തൊട്ടിപ്പുറത്ത് കേവിൻ്റെ ഒരു മാപ്പ് പോലും പിന്നെ അതിനകത്തുള്ള ഇൻസെക്ട്സ് ആണ്. പിന്നെ ഈ കാണുന്നത് ഈ കേവിലുള്ള ഒരു തരം ഫിഷാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബൈൻ ഫിഷിനെയൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാവേ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഒരു റോക്ക് ഫോർമേഷൻ്റെ സിമുലേഷനാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് റോക്സ് എങ്ങനെ ഡിസോൾവ് ചെയ്യുന്നതെന്നാണ്.
ഇത് ഗ്രീസിന്ന് കൊണ്ടുവന്നത്. ഇതൊക്കെ ഈ അൽഹൂത്ത കേവിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളതാണ്. ഇത് ചെക്ക് റിപ്പബ്ലിക്കിന്ന്, ഇതെല്ലാം ചെക്ക് റിപ്പബ്ലിക്. ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ളതൊക്കെ ചൈനയിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ചൈനയിൽ നിന്നുള്ളതാണ്, മേഡ് ഇൻ ചൈന. പിന്നെ ഇത് ഓസ്ട്രിയ എന്നുള്ളതാണ്. ഇത് കണ്ടോ, എല്ലാം കാണാൻ നല്ല രസമില്ല. ഇതും ചൈന എന്നുള്ളതാണ്, ഇതും ചൈന എന്നുള്ളതാണ്. ഇതൊക്കെ അൽഹൂത്ത കേവി എന്നുള്ളതാണ്. ഇത് കാണാൻ നല്ല രസമല്ലേ? എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബ്ലൈൻഡ് ഫിഷ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം.